ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഉച്ചയൂണിനുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കി എല്ലാവരും റെഡി ആയിരിക്കും കഴിക്കാനല്ലേ. അപ്പം ഞാനും തയ്യാറാക്കിയത് എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കുറച്ച് വിഭവങ്ങളാണ്. അപ്പോൾ പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. അത് പെട്ടെന്ന് കഷ്ണങ്ങളാക്കി പച്ചമുളകും കീറിയിട്ട് മഞ്ഞളും ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ. അതിനുശേഷം കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമ്മുടെ ഈ വെന്ത പൈനാപ്പിളിലേക്ക് ചേർത്തു. അതൊന്ന് വന്ന് തുടങ്ങിയപ്പോഴത്തേനും തീ ഓഫ് ചെയ്തു കേട്ടോ. ഒത്തിരി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ മാറിപ്പോവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടാക്കി ഇപ്പത്തന്നെ തീ ഓഫ് ചെയ്ത് പിന്നെ നല്ല കട്ട തൈരും കൂടെ അതിനകത്തോട്ട് ചേർത്തു കേട്ടോ. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ മധുരവും ഈ തൈരിൻ്റെ പുളിയും കൂടെ ആകുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതൊന്നും ബാലൻസ് ആയിക്കോളും. ആ മധുരവും പുളിയും കൂടെ ആകുമ്പോഴത്തേന് ആ ഒരു ടേസ്റ്റ് കൂടെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെയുള്ള കറികളൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ച് കടുകും ഉലുവായും നമ്മുടെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൊണ്ടിട്ട് കടുക് താളിച്ച് കറിയിലേക്ക് ആയപ്പോഴത്തേനും കറി റെഡിയായി. പിന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും കൂടെ എടുത്തിട്ട് കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് തേങ്ങയും തിരുമ്മിയിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തപ്പോഴത്തേനും നമ്മുടെ തോരനും റെഡിയായി. സിമ്പിളല്ലേ. പിന്നെ നോക്കിയപ്പോഴാണ് മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് കാര്യമായിട്ടൊന്നും കിടപ്പില്ല. അപ്പോൾ പിന്നെ പപ്പടം ഇരുന്നതെടുത്ത് പെട്ടെന്ന് പപ്പടം കൂടെ വറുത്തു കേട്ടോ. പപ്പടം വറുത്ത് വന്നപ്പോഴത്തേനാണ് മീനൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് ഫ്രീസറിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൻ്റെ ബാക്കി. അപ്പോൾ പെട്ടെന്ന് അത് ഒന്ന് ഐസൊക്കെ മാറ്റി ഒന്ന് മസാലയൊക്കെ പുരട്ടി പെട്ടെന്ന് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴാണ് അച്ചാർ നാരങ്ങ മാത്രമേ ഇട്ടുള്ളൂ. എണ്ണ അത്ര പ്രിയമല്ല നാരങ്ങ. അപ്പോഴാണ് നമ്മുടെ തന്നെ മാങ്ങയാണേ, മോണ്ടമ്മാവാണേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ. അപ്പോൾ പെട്ടെന്ന് ഞാൻ അതിനകത്തുനിന്ന് 2 എണ്ണം എടുത്തിട്ട് ഒന്ന് കുറച്ച് മുളക് പൊടി, വെളിച്ചെണ്ണ, നമ്മുടെ വിനാഗിരി, ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് പെട്ടെന്നൊന്ന് അച്ചാർ പോലെ ആക്കി കേട്ടോ. 2 ദിവസത്തേനെ ഇരിക്കുള്ളൂ കേട്ടോ. സിമ്പിളല്ലേ, തയ്യാറായി കഴിഞ്ഞു.